ജാഫർ ജാക്സൺ ഒരു പേര് മാത്രമല്ല, മൈക്കിൾ ജാക്സൺ എന്ന ഇതിഹാസത്തിൻ്റെ രക്തത്തിൽ ജനിച്ച ഒരു തുടർച്ചയാണ്. ചെറുപ്പം മുതൽ തന്നെ കണ്ണാടി മുന്നിൽ നിൽക്കുമ്പോൾ അവൻ ഡാൻസ് ചെയ്തതല്ല, അവൻ മൈക്കിളായി മാറുകയായിരുന്നു. ഓരോ മൂവ്മെൻറ്റും, ഓരോ സ്പിന്നും, ഓരോ മൂൺ വോക്കും അത് പരിശീലനം മാത്രമല്ല, ഒരു ആത്മാവിനെ ഉൾക്കൊള്ളാനുള്ള ശ്രമം കൂടിയാണ്. മൈക്കിൾ എന്ന സിനിമയിലേക്ക് അവൻ കടന്നപ്പോൾ ജാഫറിൻ്റെ മുന്നിൽ ഉണ്ടായത് ഒരു കഥാപാത്രമല്ല, ലോകം ഇന്നും ആദരിക്കുന്ന ഒരു ലെജൻഡിനെ പുനർജീവിപ്പിക്കാനുള്ള വെല്ലുവിളിയാണ്. മണിക്കൂറുകളോളം നീണ്ട റിഹേഴ്സലുകൾ, ശരീരം തളരുന്നതുവരെ ഡാൻസ് പ്രാക്ടീസ്, ഓരോ ഷോട്ടിനും 10-20 ടേക്കുകൾ. പക്ഷേ അവൻ ഒരിക്കലും നിർത്തിയില്ല, കാരണം അവൻ്റെ ലക്ഷ്യം അഭിനയമല്ലായിരുന്നു. ഇത് ഞാനല്ല, മൈക്കിൾ തന്നെയാണ് എന്ന് പ്രേക്ഷകർ വിശ്വസിക്കണം എന്നതായിരുന്നു. ഷൂട്ടിങ്ങിന്റെ ഇടയിൽ വേദനയും സമ്മർദ്ദവും അവനെ പരീക്ഷിച്ചു. പക്ഷേ ഓരോ തവണയും അവൻ വീണ്ടും എഴുന്നേറ്റു. കൈയുടെ ചെറിയ ചലനവും കണ്ണിന്റെ തിളക്കവും സ്റ്റേജിൽ നിൽക്കുന്ന ആത്മവിശ്വാസവും എല്ലാം മൈക്കിൾ ജാക്സനെ ഓർമ്മിപ്പിക്കുന്ന വിധം. മൈക്കിൾ എന്ന മഹത്തായ സിനിമയ്ക്ക് ജീവൻ പകരാൻ വിധിക്കപ്പെട്ട കലാകാരൻ ഒരാളുണ്ടെങ്കിൽ അത് ജാഫർ ജാക്സൺ തന്നെയാണ്. കാരണം മൈക്കിൾ ജാക്സൺ എന്ന അനശ്വര പ്രതിഭയുടെ ചലനവും ചൈതന്യവും ആത്മവിശ്വാസവും അതേ തീവ്രതയോടെ തന്റെ ഉള്ളിൽ പുനർജനിപ്പിച്ച് ഈ ചിത്രത്തെ ഒരു സാധാരണ സിനിമയിൽ നിന്ന് ഒരു ജീവിക്കുന്ന അനുഭവമായി ഉയർത്തുന്ന അതുല്യ സാന്നിധ്യം അവനിൽ നിറഞ്ഞിരുന്നു.